സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സംഖ്യാപുസ്തകം അധ്യായം 14, 41, 42 തിരുവചനങ്ങൾ. അപ്പോൾ മോശെ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകുകയില്ല. ശത്രുക്കളാൽ തോൽക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സംഖ്യാപുസ്തകം 14-ാം അധ്യായം 41, 42 തിരുവചനങ്ങളിൽ മോശെ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. ഇപ്രകാരം മോശെ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന വിഷയത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് കാരണമാണ് മോശെ അവരോട് കയർത്ത് സംസാരിക്കുന്നത്. ദൈവം മോശെ വഴി ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പന അവർ പലവട്ടം ഉപേക്ഷിക്കുവാനിടയായി. ഈ വേദഭാഗത്തും അങ്ങനെയുള്ള ഒരു സംഭവമാണ്. മോശെ ഇപ്രകാരം, നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുവാൻ കാരണമായത്. ഈ വേദഭാഗത്ത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം അവസാനം വരെയുള്ള തിരുവചനം നാം വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം കൊടുത്ത കൽപ്പന മോശെ വഴി ഇസ്രായേൽ ജനത്തിന് ലഭിച്ചിട്ടും അവർ അത് അവഗണിച്ചത് മുഖാന്തരം ശത്രുക്കളോട് തോൽക്കേണ്ടി വന്നതാണ്. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം, ഞാനും നിങ്ങളും ആപത്തുകളും അപകടങ്ങളും മറ്റു പലവിധ പ്രതികൂലങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ പല തരത്തിലെ പിഴവുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അതെല്ലാം വലിയ തകർച്ചയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഈ തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദൈവകൽപ്പന പാലിക്കപ്പെടാതെ നാം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതും ഇതുതന്നെയാണ്. നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, ഉടമ്പടികൾ ഇവ ദൈവം നൽകപ്പെട്ടിരിക്കുന്നത് അത് പാലിക്കപ്പെടാൻ വേണ്ടിയാണ്. അത് പാലിക്കപ്പെടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അപകടമാണ്. ഉദാഹരണത്തിന്, ഹെൽമറ്റ് ഇല്ലാതെ 2 വീലർ ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ഇടാതെ 4 വീലർ ഓടിക്കുന്നത്, അതുപോലെ അമിത വേഗത, പാതവക്കുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നലുകൾ തെറ്റിക്കുന്നത്, നിർദ്ദേശങ്ങൾ പാലിക്കാതെ പോകുന്നത്, ഇവയെല്ലാം നാം അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമായിത്തീരും. യുവ തലമുറ ഇന്ന് അകാലത്തിൽ നശിച്ചു പോകുന്നതിന് കാരണം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതല്ലേ? അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ പ്രത്യേകിച്ച് ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കുന്നത് മുഖാന്തരം, അതുപോലെ മുതിർന്നവരുടെ വാക്കുകൾ, ഗുരുക്കന്മാരുടെ വാക്കുകൾ, മാതാപിതാക്കളുടെ വാക്കുകൾ, പുരോഹിതന്മാരുടെ വാക്കുകൾ, ഇതെല്ലാം അവഗണിക്കുന്നത് കൊണ്ട് യുവതലമുറയ്ക്ക് വലിയ
നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹാരം ഒന്ന് മാത്രം, അത് മുന്നറിയിപ്പുകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ, ചട്ടങ്ങൾ, മുതിർന്നവരുടെ ഉപദേശങ്ങൾ, ഇതെല്ലാം പാലിക്കപ്പെടുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതുവഴി ദീർഘായുസ്സ് നമ്മെ തേടി വരും. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിഹ്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിഹ്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.